ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോയായ വ്യത്യസ്തമായൊരു ഹാങ്ങിങ് പോട്ട്, ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഹാങ്ങിങ് പോട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാവരും കമൻസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഹാങ്ങർ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് ഒരു ഹാങ്ങറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഹാങ്ങറാണ്. വീട്ടിൽ തന്നെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന തുണിയും മറ്റുമാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ 5 പൈസ ചിലവാക്കിയിട്ടില്ല. ഒരു സാധനം ഞാൻ ഇതിനുവേണ്ടി വാങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് നല്ല കംഫർട്ടബിളായി തോന്നുന്നു. കാരണം നല്ല ലെങ്തിയാണ്. നമ്മളെ വാങ്ങിക്കുന്ന ഹാങ്ങറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നല്ല കംഫർട്ടബിളായി ഹാങ്ങറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ്. സാരിയുടെ കൂടെ കിട്ടിയാന്ന്. അപ്പോൾ എനിക്കെന്തോ ഇത് അത്ര ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് 2 ഇഞ്ച് വീതിയിൽ ഞാനൊരു പീസ് മുറിച്ചെടുക്കുകയാണ്. ഇതിൽ വരയുള്ളത് കൊണ്ട് പിന്നെ അതിൽ കൂടി തന്നെ മുറിക്കാൻ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റാണ്ട് നേരെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ നൂലെല്ലാം ഇളകിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് ഇതിന് ഒരു സൈഡ് മടക്കി ഒരു തയ്യൽ കൊടുക്കാം. 2 സൈഡും മടക്കിയിട്ട് വേണം തയ്ക്കാൻ. ഇനി ഇതുപോലെ 8 പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം. എല്ലാം ഞാൻ തയ്ച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ 8 എണ്ണം ഉണ്ട്. ഇനി ഇത് എത്ര ലെങ്ത് ഉണ്ടെന്ന് ഞാനൊന്ന് അളന്ന് നോക്കട്ടെ. ഇത് 1 മീറ്ററും 13 സെൻറ്റിമീറ്ററും ഉണ്ട്. 113 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് ഞാൻ വേറെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇതിന്ന്. ഇനി ഞാൻ ഇതിനെല്ലാം ഒരുമിച്ച് വെക്കുകയാണ്. ഇതാണ് കൊളുത്ത്. ഈ കൊളുത്ത് ഞാൻ വാങ്ങിയതല്ല, ഒരു കമ്പി വളച്ചുണ്ടാക്കിയതാണ്. ഇനി ഇതിനകത്തേക്ക് ഇവ കടത്തി നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഈ ചരട് കൊണ്ടുകൂടി നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് വരുമ്പോൾ അഴിഞ്ഞു പോയാലോ, തുണിയല്ലേ. ഇനി 2 വീതം വെച്ച് പെയറാക്കി എടുക്കുകയാണ്. ഇത് നോട്ടിടുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഈ 2 എണ്ണത്തിനെ വെച്ചിട്ടാണ് നമ്മൾ നോട്ടിടുന്നത്. ഇത് കണ്ടോ, ബീഡ്സ്. എനിക്ക് ഹാങ്ങർ ഉണ്ടാക്കുമ്പോൾ ബീഡ്സ് ഇടയ്ക്ക് വെക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബീഡ്സ് ഒന്ന് ഇതിൽ കോർത്തെടുക്കട്ടെ. ബീഡ്സ് കോർത്തെടുക്കാൻ ഞാനിവിടെ സൂചി ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ സൂചിയാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം. സൂചി ഉപയോഗിച്ച് ഈസിയായി കോർത്തെടുക്കാം. ബീഡ്സ് എല്ലാം ഒരേ ലെവലിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് ശേഷം നമുക്ക് ഓരോ കെട്ടിട്ട് കൊടുക്കാം. ഓരോ പെയറിനും ഓരോ കെട്ട്. എല്ലാ കെട്ടും ഒരേ അളവിൽ, അതായത് ഒരേ ലൈനിൽ ആയിരിക്കണം. ലൈൻ വ്യത്യാസം വന്നാൽ പിന്നെ നമുക്ക് എല്ലാം തെറ്റിപ്പോവും. അതുകൊണ്ട് ഒരേ ലൈനിൽ വരുന്ന മാതിരി കെട്ടിട്ട് കൊടുക്കുക. ഓരോ പെയറിനും ഓരോ കെട്ട്. ഇതേ അളവിൽ അടുത്ത കെട്ടും വന്നു. നോക്കിക്കോളൂ. ഇതേ അളവിൽ ഒരേപോലെ ഒരേ സ്ഥലത്ത് തന്നെ. പിന്നെ അടുത്തും ഞാനിപ്പോൾ ഓരോ ജോഡിക്കും ഞാൻ ഓരോ ബീഡ്സും കൊടുത്തു, ഓരോ കെട്ടും ഇട്ട് കൊടുത്തു. ഇത് കണ്ടോ, അതാ
ഓരോന്നിനും ഓരോ കെട്ട് ഇട്ട് കൊടുത്തു. അത് എല്ലാം ഒരേ ലെവലിലായിരിക്കണമെന്നേ ഉള്ളൂ. 4 കെട്ടും ഒരേ ലെവലിലായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. ഇനി നോക്കിക്കോളൂ അടുത്തത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് രണ്ടും ഒന്നിച്ച് കെട്ടുന്നു, ഇത് രണ്ടും ഒന്നിച്ച് കെട്ടുന്നു, ഇത് രണ്ടും ഒന്നിച്ച് കെട്ടുന്നു. അതിനുശേഷം നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഇതിനെ ഒന്നിച്ച് കെട്ടാം. ഒരു 6 ഇഞ്ച്, ഒരു ഏകദേശം ഒരു 5.5 ഇഞ്ച് വെച്ച് കെട്ടിക്കും. ഇത് ഈ ഒരു വള്ളി വിട്ട് ഈ രണ്ടിൻ്റെയും സൈഡിലുള്ള വള്ളികളാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വള്ളിയും ഈ അടുത്ത ഇതിൻ്റെ ഈ വള്ളിയും കൂടി കെട്ടുക. ഇതേ ലെവലിന് നമ്മൾ കെട്ടാൻ പോവുകയാണ്. ലെവൽ വ്യത്യാസം വരാണ്ട് ഇതേ ലെവലായിട്ട് കെട്ടണം. അത് നമ്മൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ലെവൽ അഡ്ജസ്റ്റ് ചെയ്താലും മതി. നമുക്ക് പറ്റും. കെട്ടിയിട്ട് ഇതുപോലെ നമ്മൾ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരേ ലെവലിന് കെട്ടുക. ഇതാ ഒരേ ലെവലിന് വന്നു. ഇത് നോക്കിക്കോളൂ, കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇതുമാണ് ബാക്കിയുള്ളത്. ഇനി ഇവരെ തമ്മിൽ കെട്ടുക. വളരെ എളുപ്പമാണ് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് അറിയണമെന്നേ ഉള്ളൂ. ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ വള്ളിയും ഇതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പല രീതികൾ നമുക്ക് പരീക്ഷിക്കാം. എല്ലാ കെട്ടുകളും ഒരേ ലെവലിലായിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് നമുക്കൊരു കെട്ട് ആവശ്യമാണ്. ഇവിടെ ഞാനിങ്ങനെ പിടിച്ച് ഞാനിത് ഈ വള്ളി കൊണ്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് കെട്ടിയ പോലെ തന്നെ ഒരു കെട്ട് കൊടുക്കുക. ഹാങ്ങർ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതിലൊന്ന് പോട്ട് ഇട്ട് നോക്കാം. ഈ പോട്ട് ഞാൻ ഇതിലേക്ക് ഹാങ് ചെയ്യാണ്. നമുക്കിത് എത്ര കണ്ട് നന്നായിട്ടുണ്ടെന്ന് അപ്പം മനസ്സിലാവും. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കെട്ടുകളെല്ലാം കറക്റ്റാണ്. ഇതിന് എനിക്ക് വന്ന ചിലവ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും ഒരു പഴയ ക്ലോത്താണ് എടുത്തത്. പിന്നെ ഈ ബീഡ്സ് എനിക്ക് മുമ്പേ ഇവിടെ മോളുടെ മാല അതുപോലെയുള്ള പൊട്ടിയത് ഞാൻ എടുത്തു വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മൾക്ക് തീരെ ചിലവില്ലാതെ നമ്മൾ വീട്ടിൽ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഹാങ്ങർ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ കാണിച്ച രീതിയിൽ തുണി കൊണ്ട് മാത്രമല്ല, കോട്ടൺ റോപ്പ് കൊണ്ടും ജൂട്ട് റോപ്പ് കൊണ്ടും ചൂടിക്കയറ് കൊണ്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണിത്. എല്ലാവരും ഇതാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങളും ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.